വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് കമൽനാഥ് സർക്കാർ. മധ്യപ്രദേശിനെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനെ മൊത്തമായും ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു സംശയവുമില്ല, ഇങ്ങനെ ഒരു സർക്കാർ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് വിരലിലെണ്ണാവുന്നതും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് വെളിപ്പെടുത്താനുള്ളത്. കർഷക സൗഹൃദ സർക്കാർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് കമൽനാഥ് സർക്കാർ എന്നുള്ളതിന് വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ നിരത്തി കമൽനാഥ് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. ഇത് അതിനുശേഷം മറ്റൊരു മഹാപ്രഖ്യാപനം. 47 ലക്ഷം കർഷകരുടെ കാർഷിക കടങ്ങളല്ല, മറിച്ച് കർഷകരുടെ സ്വകാര്യ ഇടപാടുകൾ, സ്വകാര്യ ലോണ്, 2 ലക്ഷം വരുന്ന സ്വകാര്യ വായ്പകൾ എഴുതിത്തള്ളാൻ തന്നെയാണ് കമൽനാഥ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. രാജകീയ തീരുമാനം എന്നല്ലാതെ ഇതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നിറവേറ്റി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി പൊതുജനങ്ങളുടെ കയ്യടി നേടിയ കമൽനാഥ് സർക്കാരിന്റെ അടുത്ത മഹാപ്രഖ്യാപനം രാജ്യം നെഞ്ചിലേറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 47 ലക്ഷം കർഷകരുടെ സ്വകാര്യ ലോണുകൾ, 2 ലക്ഷം വരുന്ന സ്വകാര്യ ലോണുകൾ എഴുതിത്തള്ളാൻ വേണ്ടി കമൽനാഥ് സർക്കാർ മുന്നോട്ട് വന്നു. ഇതുമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മാൽവ മേഖലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് കമൽനാഥ് ഈ മഹാപ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനത്തിലൂടെ വീണ്ടും മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഒരു അമിതാവേശം, അത് മാത്രമല്ല ഒരു ഊർജം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി BJPയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്ന് വേണം പറയാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ചൗഹാന് കടങ്ങൾ എഴുതിത്തള്ളിയില്ല എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി തെളിവുകളടക്കം തെളിയിച്ചു. സ്മൃതി ഇറാനി കടങ്ങൾ എഴുതിത്തള്ളിയോ എന്ന് ചോദിച്ചപ്പോൾ പൊതുജനങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞതും രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചതാണ്. ഈ നീക്കങ്ങളൊക്കെ കമൽനാഥിന് മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്ത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തെ കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോയതിന്റെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയാണ് മധ്യപ്രദേശിൽ സാധിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനിയും മഹാപ്രഖ്യാപനങ്ങൾ തൊട്ടു പിന്നാലെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. എന്തായാലും മധ്യപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾക്ക് എന്തായാലും ഒരു ഊർജം നൽകുന്നത് തന്നെയാണ് കമൽനാഥിന്റെ ഈ പ്രഖ്യാപനം. അത് മാത്രമല്ല, മെയ് 19-ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാൽവ മേഖലയിലൊക്കെ ഈ പ്രഖ്യാപനം വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും കമൽനാഥിന്റെ ഈ മുന്നേറ്റത്തെ എല്ലാവരും നെഞ്ചകം കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.